അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അക്കീക്കയുമായി ബന്ധപ്പെട്ട് പലപ്പോഴുമുള്ള സംശയമാണ്, എല്ലാ മക്കൾക്കും അക്കീക്ക അറുക്കേണ്ടതുണ്ടോ? ഇവിടെ എല്ലാ മക്കൾക്കും അക്കീക്ക അറുക്കണം. പക്ഷേ ആദ്യത്തെ കുട്ടിക്ക് അക്കീക്ക അറുത്തു, എന്നാൽ രണ്ടാമത്തെ കുട്ടിയുടെ സമയത്ത് സാമ്പത്തികമില്ല എങ്കിൽ എപ്പോഴാണോ സാമ്പത്തികം വരുന്നത് അപ്പോൾ അറുത്താൽ മതി. അപ്പൊ സാമ്പത്തികമുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മൾ അക്കീക്ക് അറുക്കണം. പൈസ ഉണ്ടായിട്ട് അക്കീക്ക അറുക്കാതിരിക്കരുത്. ഇതാണ് ആമുഖമായി ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഒരു ആൺകുട്ടി ജനിച്ചു, ഒരാടിനെ അറുക്കാൻ സമ്പത്തുണ്ടെങ്കിൽ ഒരാടിനെ അറുത്താൽ മതി. കാരണം നമുക്ക് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിൽപ്പെട്ടതേ അള്ളാഹു കൽപ്പിക്കുന്നുള്ളൂ. രണ്ടാടിനെയാണ് അറുക്കേണ്ടത്, നമുക്ക് ആ നീയത്തുണ്ട്. പക്ഷെ ആടിനെ വാങ്ങാനുള്ള സമ്പത്തില്ല, ഒരാടിനെ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒന്നിനെ അറുത്താലും മതിയാവും. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്നത്. അപ്പോൾ അക്കീക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് അക്കീക്ക അറുക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഹദീസിൽ കാണാൻ കഴിയും, അതിൽ ഗുലാമി ഷാത്താനി, ആൺകുട്ടിക്ക് രണ്ടാടിനെ അറുക്കണം. എങ്ങനെ? മുക്കാഫിഅത്താണ്, യോജിച്ച രണ്ട് ആടിനെ അറുക്കണം. അതിൽ ജാരിയത്തി ഷാത്തുൻ, പെൺകുട്ടിക്ക് ഒരാടിനെയാണ് അറുക്കേണ്ടത്. അപ്പോൾ ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരാടും. അനിൽ ഗുലാമി ഷാത്താനി മുക്കാഫിഅത്താനി വൽ അനിൽ ജാരിയത്തി ഷാത്തുൻ, പെൺകുട്ടിക്ക് ഒരാടും ആൺകുട്ടിക്ക് രണ്ടാടുമാണ് അറുക്കേണ്ടത്. ഇനി അടുത്ത പ്രശ്നം, ഇത് എപ്പോഴാണ് അറുക്കേണ്ടത് എന്നാണ്. 7-ാം നാള്, 14-ാം നാള്, 21-ാം നാള്, ഈ ദിവസങ്ങളിൽ അറുക്കാം. ഇതല്ലാത്ത ദിവസങ്ങളിലായാൽ അക്കീക്കയായി പരിഗണിക്കപ്പെടുകയില്ല. അത് കേവലം സ്വതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നൊരു ധാരണയുണ്ട്. ഇത് തെറ്റായ ധാരണയാണ്. 7-ാം നാൾ മുതൽ എപ്പോൾ വേണമെങ്കിലും അക്കീക്ക അറുക്കാം. സമ്പത്ത് വരുന്ന അനുസരിച്ച് 7-ാം നാൾ മുതൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അക്കീക്ക അറുക്കാമെന്നാണ് ഹദീസിൽ ഉള്ളത്. കുല്ലു ഗുലാമിൻ റഹീനും ബി അക്കീക്കത്തിഹി, എല്ലാ കുട്ടികൾക്കും അക്കീക്ക ഒരു കടമാണ്. തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, 7-ാം നാൾ അക്കീക്ക അറുക്കണമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് 7-ാം നാൾ മുതൽ എന്ന് ഞാൻ പറയുന്നത്. എന്ന് വേണമെങ്കിലും അറുക്കാം. അത് എപ്പോൾ അറുത്താലും അക്കീക്കയായി തന്നെ പരിഗണിക്കും. 7, 14, 21 അങ്ങനെയല്ല, എപ്പോൾ അറുത്താലും, അതായത് 7-ാം നാള്, 14-ാം നാള്, 21-ാം നാള് അങ്ങനെ അറുത്താലേ അക്കീക്കയാവുകയുള്ളൂ. 10-ാം ദിനം അറുത്താൽ അക്കീക്കയായി പരിഗണിക്കില്ല. 20-ാം നാൾ അറുത്താൽ അക്കീക്കയായി പരിഗണിക്കുന്നില്ല. 1 വർഷം കഴിഞ്ഞ് അറുത്താൽ അക്കീക്കയാവില്ല, സ്വതക്കയാവും. അങ്ങനെയില്ല, എപ്പോഴറുത്താലും അക്കീക്കയായി തന്നെ പരിഗണിക്കും. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.